നീ എൻ്റേത് മാത്രമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഈ കൊച്ചു ലോകത്ത് നീയും ഞാനും മാത്രം മതി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണല്ലേ, എന്ത് റൊമാൻറ്റിക് ആണ്. ഇതാണോ പ്രണയം? ഇങ്ങനെയാണോ പ്രണയം? മൈസെൽഫ് മനീഷ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കോട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു ലവ് സംവൺ, സെറ്റ് ദം ഫ്രീ. ഇഫ് ദേ കം ബാക്ക്, ദേ ആർ യോഴ്സ്. ഇഫ് ദേ നോട്ട്, ദേ നെവർ വേർ. പ്രണയം ഇങ്ങനെയാണ്. പ്രണയത്തിൽ എപ്പോഴും റെസ്പെക്റ്റും ഫ്രീഡവും ട്രസ്റ്റും ആണ്. സോ നിങ്ങളുടെ പാർട്ട്ണർ ഈ പറഞ്ഞ പോലെ ആണ് എങ്കിൽ അതൊരിക്കലും പ്രണയമല്ല. ദാറ്റ് ഈസ് പൊസസീവ്നെസ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ ടു പൊസസ് ആണ്. വാട്ട് ഇസ് പൊസസ്? ടു ഓൺ സംതിങ്. നിങ്ങൾക്ക് ഒന്നിൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടാവുന്നതിനെയാണ് പൊസസ് എന്ന് പറയുന്നത്. സോ ഈ പൊസസീവ്നെസ്സിൽ എപ്പോഴും ജലസിയും ഇൻസെക്യൂരിറ്റിയും കൺട്രോളുമാണ്. ഇമാജിൻ നിങ്ങളുടെ പാർട്ട്ണർ സോഷ്യലി ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരാളെടുത്തും അവൾ മിണ്ടാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ അവൾ എന്തിനാ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കണതെന്നൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പൊസസീവ്നെസ്. ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്, ഷീ ഈസ് സോ എൻജോയിങ്, ആൾ നന്നായിട്ട് എൻജോയ് ആണ്, ഹാപ്പിയാണ്, ആൾ നന്നായിട്ട് ഹാപ്പിയായി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ലവ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. എന്താണ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത്? ഇനി എന്തുകൊണ്ടായിരിക്കാം ആൾക്കാർക്ക് പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നത്? ഹൗ ഇസ് ഇറ്റ് ഫോംഡ്? ഒന്നാമത്തെ മെയിൻ റീസൺ ഇസ് ഇൻസെക്യൂരിറ്റി. അതായത് പാർട്ട്ണർ നമ്മളെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം. അത് ആക്ച്വലി അവർക്ക് പാർട്ട്ണറുടെ അടുത്ത് മാത്രമല്ല ആ ഒരു ഭയം ഉള്ളത്, അവർക്ക് അവരുടെ അടുത്ത് തന്നെ ഒരു ഭയമുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം. നമുക്ക് നമ്മളെ ഒരു വേർത്ത് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നതോ, വിലയില്ലാത്തതുപോലെ തോന്നുന്നതോ, നമ്മൾ അത്ര വലിയൊരു കാര്യമല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് പാർട്ട്ണറുടെ അടുത്തും നമ്മുടെ അടുത്തും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് അവിടെ ഒരു പൊസസീവ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് ഫിയർ ഓഫ് അബാൻഡ്മെൻറ്റ്. നമുക്ക് പാസ്റ്റ് റിലേഷൻഷിപ്സിൽ എപ്പോഴെങ്കിലും ബിട്രയലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ പാർട്ട്ണർ നമ്മൾ ഇട്ടിട്ട് പോകും എന്ന ഭയങ്കരമായിട്ടുള്ള പേടി കാണും. ആ ഒരു അബാൻഡ്മെൻറ്റ് പേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും പൊസസീവ്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. തേർഡ് വൺ ഇസ് കൺട്രോളിങ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ക്ലയൻസ്. അതായത് ഒത്തിരി കൺട്രോൾ ചെയ്യപ്പെടുന്നത്. നീ ഞാൻ പറയുന്നത് പോലെ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, അവിടെ പോവരുത്, ഇവിടെ പോവരുത്, ഷോൾ ഇടണം, ഷർട്ടിൻ്റെ ഹുക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ പല രീതിയിലും കൺട്രോളിംഗ് ഉള്ള ബിഹേവിയേഴ്സ് ഉള്ള പാർട്ട്നേഴ്സും ആക്ച്വലി പൊസസീവ്നെസ് കാണിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പാർട്ട്ണറെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു ആളാണെന്ന് കരുതുക. പുതിയൊരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു സെയിം എക്സ്പീരിയൻസ് നടക്കാതിരിക്കാൻ വേണ്ടി പാർട്ട്ണർ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് കോൺസ്റ്റൻ്റ്ലി വിളിച്ചുകൊണ്ടേയിരിക്കുകയോ, നീ എവിടെയാണെന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറയുകയോ, അങ്ങനെയൊക്കെ ചില ആൾക്കാർ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒരു പൊസസീവായിട്ടുള്ള പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്? ദീസ് ആർ സം ഓഫ് ദ വാർണിംഗ് സൈൻസ്. ഒന്നാമത്തത്, കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ഫോണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ എടുത്തിട്ട് ചാറ്റ് വായിക്കാനോ എന്താ ചെയ്യണതെന്ന് ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കുന്നത്. എന്നിട്ട് പറയും നമ്മൾ തമ്മിൽ എന്തിനാണ് നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതല്ലേ എന്ന്. രണ്ടാമത്തത്, ജലസി വിത്തൗട്ട് റീസൺ. ഒരു കാര്യമില്ലാതെ കുശുമ്പ് കാണിക്കുക. നമ്മളൊരു പോസ്റ്റിന് ലൈക്ക് ഇടുകയോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു പോസ്റ്റിന് കമൻറ്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജലസി കാണിക്കുന്നത്. മൂന്നാമത്തത്, ടേക്കിംഗ് കൺട്രോൾ. നമ്മുടെ ലൈഫിൽ ആൾ കൺട്രോൾ ഏറ്റെടുക്കുക. നീ അവിടെ ചെയ്യാൻ പാടില്ല, ഇവിടെ പോകരുത്, ആ ഫ്രണ്ടിനെ കാണരുത്, മിണ്ടരുത് എന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫോർത്ത് വൺ ഇസ് ഇമോഷണൽ മാനിപ്പുലേഷൻ. നിന്നെ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്, നമ്മുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണത്, എന്താ നിനക്കത് മനസ്സിലാവാത്ത എന്ന രീതിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗിൽറ്റ് ട്രിപ്പിംഗ്. ആൾക്ക് ഈ ദേഷ്യവും സ്ട്രെസ്സും വരുന്നത് നമ്മൾ ആൾ പറയുന്നതൊന്നും ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ മേളിൽ ഗിൽട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു പൊസസീവായിട്ടുള്ള ഒരു പാർട്ട്ണർ നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ഉണ്ടാവത്തില്ല. എപ്പോഴും പേടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. രണ്ടുപേരും അതെ, രണ്ടുപേർക്കും പേടിയായിരിക്കും. പാർട്ട്ണർ നമ്മളെ വിട്ടിട്ട് പോകുമോ എന്നുള്ള പേടി ഒരാൾക്കും, ഇയാൾ എപ്പോഴും എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുവാണല്ലോ എന്ന് മറ്റേ ആൾക്കുള്ള പേടി. പയ്യെ നമ്മുടെ ഫ്രീഡം ഇല്ലാണ്ടാവും, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിനെ കംപ്ലീറ്റ്ലി പാർട്ട്ണർ ഇല്ലാണ്ടാക്കും. ഇമോഷണലി നമ്മൾ എക്സോസ്റ്റഡ് ആവും.
എപ്പോഴും പേടിച്ചിട്ടും ആൾ പറയണത് പോലെ കേട്ടിട്ടും നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്നത് പോലെ ഫീൽ ചെയ്യും. ഒരു പുറത്ത് ഒരു ജീവിതം ഇല്ലാണ്ടാവും. അത് ഇമോഷണലി നമ്മൾ ഒത്തിരി എഫക്റ്റ് ചെയ്യും. ലാസ്റ്റ് ഈ ഒരു കൺട്രോള് നമ്മളെ കംപ്ലീറ്റ്ലി അബ്യൂസീവ് ആവാനുള്ള സാധ്യതയും വരുന്നുണ്ട് റിലേഷൻഷിപ്സിൽ. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ഒട്ടും ഹെൽത്തി അല്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുറച്ച് കോമൺ മിത്സ് അബൌട്ട് പൊസസീവ്നെസ് നോക്കാം. പലപ്പോഴും ആൾക്കാർ പറയണത് കേൾക്കാം, അവനെന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ ഈ കുശുമ്പൊക്കെ കാണിക്കണത് എന്ന്. പ്രണയത്തിൽ വിശ്വാസമാണ് വേണ്ടുന്നത്, ഒബ്സഷൻ അല്ല. അവനെന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ആ കെയർ ആണ് ആക്ച്വലി പൊസസീവ്നെസ്. ഹെൽത്തി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാണ്, റെസ്ട്രിക്ഷൻസ് അല്ല. സോ അത് പ്രണയമല്ല. കുശുമ്പുണ്ട് എന്ന് പറയുന്നത് അവൻ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ ഈ കുശുമ്പൊക്കെ കാണിക്കണത്. അതെങ്ങനെയാണ് പ്രണയമാവണത്? പ്രണയത്തിൽ എപ്പോഴും സപ്പോർട്ടും ആ ഒരു സ്പേസുമാണ് വേണ്ടുന്നത്. ഈ ഒരു വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയണത് നമ്മുടെ ഇൻസെക്യൂരിറ്റിയാണ്. സോ പ്രണയത്തിനെ ഒരിക്കലും പൊസസീവ്നെസ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. എങ്ങനെയാണ് പൊസസീവ്നെസ് ഓവർകം ചെയ്യാൻ പറ്റണത്? ഒന്നാമത്തത് സെൽഫ് അവെയർനെസ് കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, എന്തിലെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, നമ്മൾ ഒത്തിരി പ്രൊട്ടക്റ്റീവ് ആവാൻ ശ്രമിക്കുകയാണോ എന്നുള്ളത് സ്വയം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തത് ഹെൽത്തി ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പാർട്ട്ണർക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തത് പാർട്ട്ണറുമായിട്ട് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് പകരം ധൈര്യമായിട്ട് ഓപ്പണായിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കൈൻഡ് ഓഫ് ബിട്രയൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു പേടിയോ ഇൻസെക്യൂരിറ്റിയോ ഫീൽ ചെയ്യുവാണ് എങ്കിലും തെറപ്പി എടുത്തിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ ഹെൽപ്പ് സീക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു പൊസസീവ്നെസ് മാറാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ലവ് ഇസ് അബൌട്ട് ഗിവിങ്. അവിടെ ഓണിങ് അല്ല, ആളുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതല്ല പ്രണയം. അത് പൊസസീവ്നെസ് ആണെന്ന് മനസ്സിലാക്കുക. പ്രണയത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസും സ്പേസും ട്രസ്റ്റും റെസ്പെക്റ്റും ഫ്രീഡവും ഉണ്ടായിരിക്കും. അത് ശരിക്കും വിശ്വസിക്കാൻ ശ്രമിക്കുക. മറ്റത് പൊസസീവ്നെസ് ആണെന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൊസസീവ്നെസ് ആണോ പ്രണയമാണോ വർക്ക് ആവണതെന്നും നോക്കുക. എന്നിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ട്രൈ ടു ഷെയർ ദിസ് വീഡിയോ. ആൻഡ് കൂടുതൽ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.